സുജിത്തെ, നീ ഈ വീഡിയോ എത്തിക്കേണ്ടത് എത്തിക്കണം. നാളെ രാവിലെ ആകുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഓക്കെ ഓക്കെ. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ആകെയുള്ളൊരു ജീവിതം, അത് നമ്മുടെ ഇഷ്ടപ്രകാരം എങ്ങനെ ജീവിക്കണമെന്ന് അവർ സമ്മതിക്കത്തില്ലെങ്കിൽ മനുഷ്യരല്ലേ. തിരുത്താൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ തിരുത്താം, പക്ഷെ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റുകൾ ചെയ്താൽ സമൂഹത്തിൽ താഴെക്കിടെ കിടക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ ചൂഷണം ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും അവർ പാടാക്കത്തില്ല. അല്ല, ആരാണ് ഈ അവർ? നീ ആ മഹേഷ് വക്കീലിനെ കണ്ട് കാര്യങ്ങൾ എങ്ങനെയും സോൾവ് ചെയ്യാൻ നോക്ക്, ഇല്ലെങ്കിൽ ചെറുക്കൻ്റെ ഭാവി അങ്ങ് പോവേ. ചേട്ടാ, എനിക്ക് അവളില്ലാതെ പറ്റത്തില്ല ചേട്ടാ. എങ്ങനെയും ഒന്ന് സഹായിക്കട്ടെ. ഡോ സാർ വിളിക്കുന്നു. എന്താടോ തന്നെ പോരാട്ടമൊക്കെ? ഇരി ഇരി. സാറേ, പഴയതൊന്നും വെച്ച് അവനെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ. ചെറിയ ചെറുക്കനാ. പഴയ കാര്യമോ? അവൻ ചെയ്തതിനാ ഭാഗത്ത് കിടക്കുന്നത്. പഴയ കാര്യം പോലും എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം സാറേ. അവരത്രയ്ക്ക് അടുത്തു പോയിട്ടാ. അവൻ്റെ അവസ്ഥ വളരെ മോശമാണ് സാറേ. അവൻ്റെ തരത്തിലുള്ള എത്ര പേരുണ്ടടാ. അപ്പം അവനത് പറ്റൂല. പുളിങ്കൊമ്പ് തന്നെ വേണം. അത് തെറ്റല്ലേ? തെറ്റ് ചെയ്താൽ എന്ത് വേണം? ശിക്ഷിക്കപ്പെടണം. അതൊരിക്കലും മറക്കാത്ത ശിക്ഷ തന്നെ വേണ്ടേ? ഇനി ആ തെറ്റ് വീണ്ടും ആവർത്തിച്ചാലോ? എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ സാറേ. അതെനിക്കറിയാമല്ലോടാ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, നീ അവനെ തഞ്ചത്തിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് വിളിച്ചോണ്ട് പോ വേറെ നാട്ടിലോട്ട്. വല്ല കൂലിപ്പണിയാ കക്കൂസ് കഴിയുക അങ്ങനെ ജീവിക്ക്. നിങ്ങൾക്കൊക്കെ അതല്ലേടാ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് താങ്ങാമെന്നല്ലേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. ഇനി കേൾക്കാത്ത പലത് കേട്ടെന്നും കാണാത്ത പലത് കണ്ടെന്നും പറയിപ്പിക്കാനേ എനിക്ക് വലിയ പാടൊന്നുമില്ല. 17 വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്ത് അവൻ്റെ. എന്തായാലും ജീവിതാവസാനം വരെ ചേട്ടനും അനിയനൂടെ കുറെ നടക്കാം. സാറേ, അതിന് ഇപ്പോഴേ ഒന്നും വേണ്ടല്ലോ. അവർ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അല്ലേ. പഠിത്തം കഴിഞ്ഞിട്ടോ? എന്നിട്ട് എന്തുവാടാ? നിന്നെ പോലെ തന്ത ഏതാ തള്ള ഏതാന്ന് അറിയാത്തവർക്ക് ഞങ്ങളുടെ കൊച്ചിനെ പിടിച്ചേർന്നോ? അതെങ്ങനെ 10 അടി മാറ്റിയെടുത്തേണ്ടവന്മാരെയൊക്കെ ഇപ്പോൾ കസേര പിടിച്ചിരുത്തേണ്ട അവസ്ഥയാണ്. അവനിത് തുടരാനാണ് ഭാവമെങ്കിൽ അവൻ്റെ എല്ലാം ഞാൻ തീർക്കും. സാറേ, അവൻ അവളില്ലാതെ പറ്റത്തില്ല. അവക്കും അങ്ങനാണല്ലോ. അവക്കോ എന്ന് ആര് പറഞ്ഞടാ? അല്ലെങ്കിൽ തന്നെ അവനില്ലാതെ എന്ത് പ്രേമം? എടാ, കോടതിയിൽ അവൾ അവനെതിരെ സാക്ഷി പറയും. ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കൂടാ. നീയൊക്കെ ഇവിടെ കിടന്ന് നരയിക്കുന്ന എനിക്കൊന്ന് കാണണം. നീയൊരു കാര്യം ഓർത്തു വെച്ചോ, അവനെ അകത്താക്കാൻ അറിയാമെങ്കിലേ അവിടെ ഇട്ട് തീർക്കാനും എനിക്കറിയാം. ഈ ഒരു കാര്യം നീ അങ്ങ് ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. അവനോടെല്ലാം നിർത്തിക്കോളാൻ പറ. അവരുടെ നിലയുടെയും വിലയുടെയും അത്ര പോലും നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല, അല്ലേ? നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മറ്റുള്ളവൻ്റെ അവതാരത്തിലാവുന്നിടത്താണ് പ്രശ്നം. അവൻ്റെയൊക്കെ ചവറ്റോട്ടൽ വെറും ചവറിൻ്റെ വിലയാണ് നമുക്ക്. പണം ഉണ്ടെങ്കിൽ അവർക്ക് എത്ര കള്ളക്കേസ് വേണമെങ്കിലും ഉണ്ടാക്കാം, ആരെയും സ്വാധീനിക്കാം, എത്ര തെളിവുകൾ വേണമെങ്കിലും നിരത്താം. എൻ്റെ അനിയൻ്റെ മുമ്പിൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുക. എൻ്റെ അനിയനെ കള്ളക്കേസ് ഉണ്ടാക്കി അകത്താക്കിയവൻ്റെ കാല് പിടിക്കേണ്ട ഗതികേടാ എനിക്ക്. ഒരു പെൺകൊച്ചിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ 10-30 കൊല്ലമാണ് പോകാൻ പോണത്. അവൻ്റെ ജീവിതം, അവൻ്റെ മാനം എല്ലാം ഈ കേസിൽ പെട്ട് പോകാൻ പോവാ. അവനെ ഈ കള്ളക്കേസിൽ പെടുത്തിയവൻ സമൂഹത്തിന് മുമ്പിൽ നല്ലവൻ, കുടുംബസ്ഥൻ. സത്യത്തിൽ ഇവിടെ ആരാ ക്രിമിനൽ? നിയമമോ അതോ നിയമത്തെ വളച്ചൊടിച്ചവൻ? നിയമം നീതി നടപ്പാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പാവപ്പെട്ടവനെ മെക്കിട്ട് കയറാൻ വേണ്ടിയാണ്. എൻ്റെ അനിയൻ എന്തെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, എടാ, എനിക്ക് വേറൊരു വഴിയും കിട്ടിയില്ല.
നമുക്ക് വേണ്ടി ആരുമില്ല. ആരും. ഇയാൾ നേരത്തെ വന്നു. സാറ് 11 മണിയൊക്കെ കഴിയും വരാൻ. ഇയാൾ വെളുപ്പങ്കലത്ത് വന്ന് ഇവിടെ ഇരിക്കുന്നു. ഇരകളെ വേട്ടയാടുന്ന ഈ ലോകത്ത് ഒരിക്കൽ ഇരയ്ക്കും വേട്ടക്കാരനാകാം സാർ.